Edmund Wilson's Marxism and Literature, paragraph number 8 onwards. Most probably I'll discuss paragraph number 9 too in this session. Paragraph number 8 starts with the concept: the leftist critic with no literary competence is always trying to measure works of literature by tests which have no validity in that field. അപ്പോൾ ഇനി ഒരു ലെഫ്റ്റിസ്റ്റ് ക്രിട്ടിക്കിൻ്റെ സ്റ്റാൻസിനെയാണ് അല്ലെങ്കിൽ ഒരു അപ്രോച്ച് ടു ലിറ്ററേച്ചർ അത് എങ്ങനെ അതായത് അവർ അതിന് വേണ്ടത് മെഷർ ചെയ്യാൻ വേണ്ടി അതിൻ്റെ ക്വാളിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി ലിറ്റററി കോമ്പീറ്റൻസിന് യൂസ് ചെയ്യുന്ന ടെസ്റ്റുകളൊന്നും ആക്ച്വലി ഈ ഫീൽഡ്, അതായത് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ക്രിയേറ്റിവിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തതാണ്. ഹിസ് ഫേവറൈറ്റ് ഒക്യുപ്പേഷൻ it's giving specific directions and working out diagrams for the construction of ideal Marxist book. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ എപ്പോഴും എന്താണ് സ്പെസിഫിക് ഡയറക്ഷൻസ് ആണ് അവർ കൊടുത്തുകൊണ്ടിരിക്കുക. അല്ല, അതിന് വേണ്ടിയിട്ടാണ് ദേ ഓൾവേസ് ലുക്ക് ഫോർ ദ സെയിം വർക്കിംഗ് ഔട്ട് ഡയഗ്രാംസ് ഫോർ ദി കൺസ്ട്രക്ഷൻ ഓഫ് ഐഡിയൽ മാർക്സിസ്റ്റ് ബുക്ക്. അങ്ങനെ ഐഡിയൽ ആയിട്ടുള്ള മാർക്സിസ്റ്റ് ബുക്സിന് വേണ്ടിയിട്ടുള്ള ഒരു തരം അതാണ് അവരെപ്പോഴും. അപ്പോൾ എപ്പോഴും ഓൾവേസ് ദേ ആർ ഇൻ യൂണിറ്റ് ഒരു ഡയറക്ഷനിലാണ് അവരുടെ എവറി ഐഡിയ, എവറി തോട്ട് വർക്ക്സ് ഔട്ട് ഇൻ ദാറ്റ് സെയിം വേ ആൻഡ് ദ റൂൾസ് അതുകൊണ്ട് തന്നെ. പക്ഷേ എന്താണ് സച്ച് ഫോർമുലാസ് പെർഫെക്റ്റ്ലി ഫ്യൂട്ടൈൽ എന്നാണ്. ഒരിക്കലും ഒരു ലിറ്ററേച്ചറിൻ്റെ കോണ്ടെക്സ്റ്റിൽ അത് ശരിക്കും വർക്കൗട്ട് ചെയ്യുമൊന്നുമില്ല. ദ റൂൾസ് ഒബ്സർവ്ഡ് ഇൻ എനി ഗിവൺ സ്കൂൾ ഓഫ് ആർട്ട് become apparently not before but after the actual works of art have been produced. ഇനി ഇവരിപ്പോൾ ഈ പറയുന്ന റൂൾസൊക്കെ പറയുമ്പോഴും ഒരു വലിയൊരു ട്രൂത്ത് ഉണ്ട്. അതായത് ഏത് കാലഘട്ടത്തിലെയും ഏത് കാറ്റഗറിയിലും ഏറ്റവും നല്ല വർക്ക്സ് ഓഫ് ആർട്ട് ആദ്യം പ്രൊഡ്യൂസ്ഡ് ആയതിന് ശേഷമാണ് അതിനെ പറ്റിയിട്ടുള്ള റൂൾസ് വരിക. അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എസ്തെറ്റിക് ലോസ് ഇൻ ഗ്രീക്ക് ട്രാജഡി. അതെപ്പോഴാണ് വരുന്നത് എന്ന് അതിന് മുന്നേ പക്ഷേ യൂറിപ്പിഡ്സും സോഫോക്ലീറ്റ്സും ഒക്കെ ബുക്സ് പിന്നെ ആ പറയുന്ന തരത്തിലുള്ള ട്രാജഡീസും അല്ലെങ്കിൽ ഡ്രാമ എന്ന് പറയുന്ന ഒരു ജാന അത്രയും ഫ്ലറിഷ് ചെയ്യാൻ തർക്കത്തിലുള്ള റൈറ്റിങ്സ് കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ അതായത് അവർ മരിച്ചൊരു ഹാഫ് സെഞ്ച്വറി ആഫ്റ്ററാണ് ആക്ച്വലി അരിസ്റ്റോട്ടിലൊക്കെ ജനിച്ച് അതിനെപ്പറ്റി കൂടുതൽ ഡിസ്കഷൻസ്, അത് ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം എന്ന് പറയുമ്പോഴും അതിനു മുന്നേ അങ്ങനെയൊക്കെ ആയിരുന്ന വർക്ക്സ് അവിടെയുണ്ട്. അപ്പോൾ അത്രയും വർക്ക്സ്, ബെസ്റ്റ് വർക്ക്സ് ഹാർ ഓൾറെഡി കം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ പറയുന്നത് അവരെപ്പോഴും ആ ഒരു ഫീൽഡിൻ്റെ വാലിഡിറ്റി, പക്ഷേ ഈ ക്രിട്ടിക്സ് അത് ഓൾറെഡി റൂള് ഒരുപാട് ഒബ്സർവ് ചെയ്ത് പോകുമ്പോൾ അങ്ങനെയുള്ള വാലിഡിറ്റിയിൽ അതിനെ കാണാതെ പോകും. അതിന് ഓൾറെഡി ചിലപ്പം ലിറ്റററി വർക്ക് അതിൻ്റെതായ ഒരു എസെൻസോടുകൂടി വിത്തൗട്ട് ലോസിങ് ഇറ്റ്സ് ഹോൾ എസെൻസ് ഫുള്ളി പ്രസൻ്റ് ആയിട്ടുള്ള വർക്ക്സ് ഓൾറെഡി ഉണ്ടാവാം, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ക്രിറ്റിസിസം വരുന്ന കാലഘട്ടത്തിൽ തന്നെ ഉണ്ടാവാം. പക്ഷേ ഇവർ പറയുന്ന ഈ ഒരു ഡയറക്ഷൻ ഓറിയൻറ്റഡ് റൈറ്റിംഗ് ഇറ്റ് ഇസ് റിയലി ഡിഫിക്കൽട്ട് ആൻഡ് റിയലി പ്രോബ്ലമാറ്റിക്. പിന്നെ പറയുന്നത് ലീഡിങ് മാർക്സിസ്റ്റ് ക്രിട്ടിക് ആയിട്ടുള്ള ഒരു ഗ്രാൻവിലെ ഹിക്സ് HICKS GRANVILLE drew up a list of requirements for the ideal Marxist work of literature. ഇനി ഈ ഒരാൾ പറയുകയാണ് എന്തൊക്കെയാണ് ഒരു നല്ല മാർക്സിസ്റ്റ് വർക്ക് ഓഫ് ലിറ്ററേച്ചർ ഐഡിയലായിട്ടാണ് കൺസിഡർ ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം. അതിനൊരു 2-3 ഫങ്ഷൻസ് അവർ പറയുകയാണ്, അല്ലെങ്കിൽ റിക്വയർമെൻറ്റ്സ് പറയുന്നതാണ്. അതിലൊന്ന് പ്രൈമറി ഫങ്ഷൻ ഈസ് ടു ലീഡ് ദ പ്രൊലറ്റേറിയൻ റീഡർ ടു റെക്കഗ്നൈസ് ഹിസ് റോൾ ഇൻ ക്ലാസ് സ്ട്രഗിൾ. അപ്പോൾ അത് വായിക്കുന്ന ഓരോ പ്രൊലറ്ററിയനും തോന്നണം എനിക്ക് ഈ ക്ലാസ് സ്ട്രഗിളിൽ ഒരു റോളുണ്ട്. അപ്പം അങ്ങനെ സ്വയം അവർക്ക് പല രീതിയിൽ അവരുടെ മൂവ്മെൻറ്റിലേക്ക് അടുപ്പിക്കാൻ പറ്റുന്ന തീംസ് അതിലുണ്ടായിരിക്കണം എന്നാണ്. ഇറ്റ് മസ്റ്റ് ദെർഫോർ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്ട്ലി ഷോ ദി ഇഫക്റ്റ് ഓഫ് ക്ലാസ് സ്ട്രഗിൾ. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ക്ലാസ് സ്ട്രഗിളിൻ്റെ ഇഫക്റ്റ് എങ്ങനെയെങ്കിലും ഏതെങ്കിലും കഥാപാത്രങ്ങളിലൂടെയോ സിറ്റുവേഷൻസിലൂടെയോ ഈ ക്ലാസ് സ്ട്രഗിളിനെയും എങ്ങനെയെങ്കിലും അത് പോർട്രേ ചെയ്തിരിക്കണം എന്നാണ്. പിന്നെ അതുമാത്രമല്ല ഇറ്റ് മസ്റ്റ് ദെർഫോർ ദ ഓഥർ മസ്റ്റ് ബി ഏബിൾ ടു മേക്ക്, പിന്നെ അതൊന്ന് പറഞ്ഞു. അതായത് റോൾ ഓഫ് ക്ലാസ് സ്ട്രഗിൾ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ട 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഷോ ദി പ്രൈമറി ഫങ്ഷനിൽ വരുന്നതാണ്, ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഷോ ദ ഇഫക്റ്റ് ഓഫ് ക്ലാസ് സ്ട്രഗിൾ. സെക്കൻഡ് വൺ ഈസ് ദ ഓഥർ മസ്റ്റ് ബി ഏബിൾ ടു മേക്ക് ദ റീഡർ ഫീൽ ദാറ്റ് ഹി ഈസ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ ലൈഫ്സ് ഡിസ്ക്രൈബ്ഡ്. പിന്നെ ഓഥറിന് തന്നെ തോന്നണം
അതായത് മസ്റ്റ് ബി ഏബിൾ ടു മേക്ക് ദ റീഡർ ഫീൽ, ഓതർ റീഡറിനൊരു ഫീൽ ഉണ്ടാക്കണം. അതായത് ക്യാരക്ടേഴ്സ് ആ ക്ലാസ് സ്ട്രഗിളും ഒക്കെ അതിൽ നമ്മൾ പങ്കെടുക്കുകയാണ്, ലൈവ്ലി ആയിട്ട് അത്രയും ഡിസ്ക്രൈബ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അതിൽ ഡിസ്ക്രൈബ് ആയിട്ടുള്ള ലൈഫ്സൊക്കെയും നമ്മളുടേതും കൂടിയാണ് എന്ന് തോന്നുന്നിടത്താണ് നമുക്കത് ഐഡൻറ്റിഫൈങ് വിത്ത്. അപ്പോൾ അത്രയും ഡെപ്തിൽ ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനെ പോർട്രേ ചെയ്യണമെന്നാണ്. പിന്നെ തേർഡ് പോയിൻ്റാണ് ഓഥേഴ്സ് പോയിൻ്റ് ഓഫ് വ്യൂ മസ്റ്റ് ബി ദാറ്റ് ഓഫ് എ വാൻഗാർഡ് ഓഫ് ദി പ്രൊലറ്ററിയേറ്റ്. ഇവരുടെ ചിന്തകൾക്കൊരു വാൻഗാർഡ്, അതായത് ഒരു തരത്തിൽ വേറൊരു രീതിയിലും ഡയറക്റ്റഡ് ആയി പോവാതെ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയി പോവാതെ മറ്റൊരു ഡയറക്ഷനിലേക്കും അത് പോവാത്ത രീതിയിൽ അതിൽ പിടിച്ചു നിർത്തുക. ആ തീമിലും ആ ഒരു പറയുന്ന കാര്യങ്ങളിൽ പ്രൊലറ്ററിയൻ സ്ട്രഗിൾ അല്ലെങ്കിൽ ക്ലാസ് മൂവ്മെൻറ്റ് ഇതിലിങ്ങനെ അവരെ വട്ടം കറക്കുക എന്നുള്ളത്. ഹീ ഷുഡ് ബി ഷുഡ് ട്രൈ ടു മേക്ക് ഹിംസെൽഫ് എ മെമ്പർ ഓഫ് ദി പ്രൊലറ്ററിയേറ്റ്. അപ്പോൾ സ്വയം ഞാനും ഈ കൂട്ടത്തിലൊരു മെമ്പറാണ്, നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന നമ്മളെപ്പോലെ ഒരാളാണ് എഴുതുന്നതെന്ന് തോന്നുന്നത്രയും രീതിയിലുള്ള തീംസ് കൊണ്ടുവരണം. സ്റ്റാൻഡേർഡ് ബൈ വിച്ച് to recognize the perfect Marxian novel, no novel as yet written perfectly conforms to our demands. അതാണ് അവർ പറഞ്ഞത്. ഇതൊക്കെയാണ് ഈ സ്റ്റാൻഡേർഡ്, അതായത് ഇങ്ങനെയുള്ള മാർക്സിയൻ നോവലാണ്, ഇത് നല്ലൊരു മാർക്സിയൻ നോവലാണെന്ന് പറയാനുള്ള സ്റ്റാൻഡേർഡ്സ് ഇതൊക്കെയാണ്. പക്ഷേ അവർ പ്രകാരം ഈ പറയുന്ന എല്ലാ റിക്വയർമെൻറ്റ്സും പൂർത്തീകരിക്കുന്ന ഒരു നോവലും ഇതുവരെ എഴുതപ്പെട്ടിട്ടില്ല എന്നാണ്. കാരണം ഒരു ക്രിയേറ്റീവ് റൈറ്ററിന് ഇതിൽ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. അവർക്കത് ഫിക്ഷണൽ, അതായത് അതൊരു എന്താ പറയുക ലിഷർ ടൈം ബൂർഷ്വാ എപ്പിക് എന്നൊക്കെ നോവലിനെ വിളിക്കാനുള്ള കാരണം അതാണ്. അത് പറഞ്ഞാൽ ഇത് ലിഷർ ടൈം ഉള്ളവർക്ക് മാത്രമേ ഇത് ആക്സസിബിൾ ഉള്ളൂ എന്ന് പറഞ്ഞൊരു വിഭാഗം മാർക്സിസ്റ്റുകൾ തന്നെ അതിനെ എതിർത്തിട്ടുണ്ട്. പക്ഷേ അപ്പം ഇങ്ങനെ ഇനി എന്താണ് ചെയ്യുന്നത്, ക്ലാസ് സ്ട്രഗിളിലൂടെയും മൂവ്മെൻറ്റിലൂടെയും ഒക്കെ ഇവർക്കും ലിഷറാണ് നേടിക്കൊടുക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ വായിക്കും, അതിൽ കുറച്ചൊക്കെ ഇമാൻസിപ്പേറ്റഡ് ആയവർ വായിച്ചു തുടങ്ങും. സോ അറ്റ് ദാറ്റ് മൊമെൻറ്റ് ആക്ച്വലി what they want is to make them more their thoughts and their caliber or their attraction, fascination for struggle or class movement to the highest peak, മാക്സിമത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള തീംസ് വേണമെന്നാണ് ഇവർ ഇൻസിസ്റ്റ് ചെയ്യുന്നത്. ഒരു തരത്തിലും അവരുടെ ശ്രദ്ധ മറ്റൊരു ഇതിലേക്ക് പോകാൻ പാടില്ല. ഇവിടെ എന്താണ്, അങ്ങനെ ആരും എക്സിസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ക്രിയേറ്റീവ് റൈറ്റേഴ്സിന് പറ്റില്ല. അതാണ് there has never existed a great writer who really had anything in common with these critics conception of literature. അതാണ് പ്രശ്നം. അവർ പറയുന്നതിൽ സാറ്റിസ്ഫൈ ചെയ്ത് എഴുതുന്ന ഒരാൾ അവരുടെ ഒരു പ്രൊപ്പഗാൻഡിസ്റ്റ് റൈറ്റർ ആണെന്നല്ലാതെ ഒരിക്കലും ഒരു ഏറ്റവും നല്ല റൈറ്ററിന് ഈ രീതിയിൽ എഴുതാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം അവരുടെ ക്രിയേറ്റിവിറ്റിയെ എന്താ പറയുക പണയം വെച്ചുകൊണ്ടാണ് അവരത് ചെയ്യേണ്ടത്. ഇന്ന രീതിയിലുള്ള തീംസിൽ എഴുതൂ എന്ന് പറഞ്ഞാൽ വേർ ഇസ് ദ പോയിന്റ് ഇൻ ടോക്കിംഗ് അബൌട്ട് ക്രിയേറ്റിവിറ്റി ഓർ ഫിക്ഷൻ? ഇറ്റ്സ് കംപ്ലീറ്റ്ലി അബൌട്ട് മോസ്റ്റ് 99% ഇറ്റ് ഈസ് അബൌട്ട് ക്രിയേറ്റിവിറ്റി. ഫിക്ഷൻ, ഓഫ് കോഴ്സ് ഫിക്ഷൻ. ഇറ്റ്സ് നോട്ട് അബൌട്ട് ജേർണൽ റൈറ്റിംഗ് ഓർ സം ന്യൂസ് പേപ്പർ റൈറ്റിംഗ്, ബട്ട് ഫിക്ഷൻ. സോ ഇറ്റ് ഈസ് സെർട്ടൈൻ ദാറ്റ് അതുകൊണ്ടാണ് ഫിക്ഷൻ എന്ന് പറയുന്നത്. കാരണം നോവലൊക്കെ വരുന്നൊരു ടൈമാണ്, നോവലാണ് കൂടുതൽ റീഡർഷിപ്പ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിൽ കൂടുതൽ ഇങ്ങനെ നോവൽ എന്ന രീതിയിൽ പറയുന്നുണ്ടെങ്കിലും ക്രിയേറ്റീവ് റൈറ്റിംഗ് ആസ് എ ഹോളാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നോവലിന് കൂടുതൽ അട്രാക്ഷൻ ഉള്ളത് അത് അന്നത്തെ ഏറ്റവും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് വരുന്നതുകൊണ്ടാണ്. ഇറ്റ് ഈസ് സെർട്ടൈൻ ദാറ്റ് ഇഫ് ടോൾസ്റ്റോയ് had to live up to these objectives and prohibitions which the socialist realist proposed, he could never have written a chapter. ടോൾസ്റ്റോയും അങ്ങനെയുള്ള അത്രയും നല്ല റൈറ്റേഴ്സ്, ഗ്രേറ്റ് റൈറ്റേഴ്സിൻ്റെ മുന്നിൽ ഇങ്ങനെയുള്ള കുറച്ച് റൂൾസ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരാളൊന്നും ഒരിക്കലും എഴുതിയിട്ട് ഒരു വരി പോലും അയാൾ എഴുതില്ലായിരുന്നു എന്നാണ്. അതുപോലെ സെയിം വിത്ത് ഷേക്സ്പിയർ എന്ന് പറയുന്നുണ്ട്. സോ അത്രയും ഈ കാര്യങ്ങളാണ് ആ പാർട്ടിൽ വരുന്നത് ശരിക്കും. ഇപ്പോൾ അങ്ങനെ മറ്റു കുറച്ച് ആൾക്കാരുടെ കൂടെ പേരുകൾ അവിടെ പറയുന്നുണ്ട്. നോട്ട് ജസ്റ്റ് വിത്ത് ഷേക്സ്പിയറിന് അങ്ങനെയുള്ള കുറച്ച് പേര് ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നു എന്നാണ്. പക്ഷേ മറ്റുള്ള കുറേ ആൾക്കാരെയും റെഫറൻസ് നമ്മൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. Then we come to paragraph number 9 of the same essay. The object of these formulas as seen from Mr. Hicks. ഇപ്പോൾ ഹിക്സിൽ കണ്ട ആ ഒരു ഫോർമുലാസ് അതിൻ്റെ ഒബ്ജക്റ്റ് എന്താണ്? ഈസ് ടു മേക്ക് ഓഫ് ആർട്ട് എൻ ഇഫക്റ്റീവ് ഇൻസ്ട്രുമെൻറ്റ് ഇൻ ദ ക്ലാസ് സ്ട്രഗിൾ. വെപ്പൺ എന്ന് പറയുന്നതിൻ്റെ വേറൊരു രീതിയിൽ ഇഫക്റ്റീവ് ഇൻസ്ട്രുമെൻ്റായിട്ട് ക്ലാസ് സ്ട്രഗിൾ അതിനെ യൂസ് ചെയ്യുക എന്നുള്ളതായി മാറും അവരുടെ രീതി. So we must deal with the dogma, art is a weapon. It is true, art may be a weapon.
ഓക്കെ, ആ ഒരു ഡോഗ്മാറ്റിക് ആയിട്ടുള്ളൊരു വേർഡാണ്, അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റാണ്, അല്ലെങ്കിൽ ഒരു പ്രപ്പോസിഷനാണ് അത്. ഓക്കെ, ഇറ്റ് മേ ബി, ബട്ട് അതങ്ങനെ ആവണമെന്ന് എന്താ ആയിരിക്കാം. കാരണം അത് അവർക്ക് തന്നെ അറിയാം, അതിന് എത്ര വേണമെങ്കിലും ഒരു അവരുടെ പ്രൊപ്പഗാൻഡൊക്കെ അനുസരിച്ച് യൂസ് ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, ഇതിന് അന്ന് ഏറ്റവും കൂടുതൽ റീഡർഷിപ്പ് ഉണ്ട്, അപ്പം അതിന് എന്തായാലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനെ എപ്പോഴും അങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഇൻസിസ്റ്റൻസ് എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അത് ആക്സെപ്റ്റ് ചെയ്യാനൊരു റിയൽ ആയിട്ടുള്ള ഒരു ക്രിയേറ്റീവ് ജീനിയസിന് പറ്റില്ല. So in the case of some of the greatest works of art, some of those which have the longest carryover value, it is difficult to see that any important part of this value is due to their direct functioning as weapons. അപ്പം നല്ല ഒരു ക്യാരി ഓവർ വാല്യൂ ഉള്ള വർക്ക്സിൻ്റെ അത് വാല്യൂ ഒന്നും ഒരിക്കലും ഒരു വെപ്പണായി വർക്ക് ചെയ്യുന്നത് കൊണ്ടാണെന്ന് പൂർണ്ണമായിട്ട് സമർത്ഥിക്കാൻ പറ്റില്ല. അതിന് മേ ബി പോസിബിൾ, നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ, പക്ഷേ അതിന് വേണ്ടി എഴുതണം, ആ രീതിയിൽ മാത്രം എഴുതണം എന്ന് പറയുന്നത് പ്രോബ്ലമാറ്റിക് ആണ്. സോ എക്സാമ്പിൾ, ഷേക്സ്പിയേഴ്സ് ഹെൻറി IV, ഹെൻറി V, ഇതെല്ലാം വളരെ ക്യാരി ഓവർ വാല്യൂ ഉള്ള ലിറ്ററേച്ചേഴ്സാണ്. പക്ഷേ അതിൽ അന്ന് എലിസബത്തൻ ഇമ്പീരിയലിസത്തിൻ്റെ മെയിൻ വെപ്പൺസ് ആയിട്ട്, ദേ ആർ വെപ്പൺസ് ഓഫ് എലിസബത്തൻ ഇമ്പീരിയലിസം. പക്ഷേ അതിൽ റിയൽ സെൻറ്റർ ഇസ് നോട്ട് പ്രിൻസ് ഹാൾ ബട്ട് ഫാൾസ്റ്റാഫ്. അതിൽ മറ്റു ക്യാരക്ടേഴ്സിന് കൂടുതൽ വാല്യൂ ഉണ്ട്. അന്ന് ഏറ്റവും കൂടുതൽ ഈ എലൈറ്റ് പൊസിഷനിൽ നിൽക്കുന്ന ക്യാരക്ടേഴ്സിനാണെങ്കിൽ ലേറ്റർ ഇഫ് യു കം ടു റീഡ് ഇൻ ടേംസ് ഓഫ് ന്യൂ ഐഡിയാസ്, ന്യൂ ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ട്സ് ഓർ ന്യൂ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഇൻ്റലക്ച്വലിസം, ഏറ്റവും നല്ല തോട്ട് ഇവോക്കിംഗ് ക്യാരക്ടേഴ്സൊക്കെ മറ്റുള്ളവ ഫൂൾസൊക്കെയാണ് ഏറ്റവും സ്ട്രോങ് ക്യാരക്ടേഴ്സായിട്ട് ഷേക്സ്പിയറിൻ്റെ കാര്യത്തിൽ പറയുന്നത്, ഷേക്സ്പിയറിയൻ ഡ്രാമാസിൽ പറയും. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണ്, നമ്മളെ റീഡിങ്സ് മാറി, റീഡിങ് സ്ട്രാറ്റജീസ് മാറി. പക്ഷെ അന്ന് അവരിത് ഇൻസിസ്റ്റ് ചെയ്യുവാണ്. മാർക്സിസ്റ്റ് ദേ വോണ്ടഡ് ആർട്ട്, എവറി കൈൻഡ് ഓഫ് ആർട്ട്, എവറി അവൈലബിൾ ലിറ്റററി വർക്ക് ടു ബി യൂസ്ഡ് ആസ് ദെയർ വെപ്പൺ ഫോർ propagating their ideas. Falstaff is the father of Hamlet and of all Shakespearean tragic heroes. അതാണ് ഏറ്റവും തോട്ട് ഇവോക്കിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ തോട്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡയലോഗ്സ് വരുന്നത് ഇങ്ങനെയുള്ള വളരെ മൈന്യൂട്ടായിട്ട് എന്ന് തോന്നുന്ന, അല്ലെങ്കിൽ സില്ലിയായിട്ട് തോന്നുന്ന ക്യാരക്ടേഴ്സിൻ്റെ അടുത്താണ് നമ്മൾ ഓൾറെഡി പറയാം. അപ്പോൾ അങ്ങനെ ഇഫ് ദേ ഇല്ലസ്ട്രേറ്റ് എനി സോഷ്യൽ മോറൽ, പെർഹാപ്സ് ദ റിനൈസൻസ് പ്രിൻസിപ്പിൾസ് ആൻഡ് സുപ്രീം ഇൻ ദെയർ ലിറ്റിൽ വേൾഡ്സ്, അവരുടെ ഏറ്റവും ചെറിയ വാക്കുകളിലും അർത്ഥതലങ്ങളിലും റിനൈസൻസ് പ്രിൻസിപ്പിൾസ് ഒക്കെയാണ് നമുക്ക് കാണുന്നത്. അതായത് മേ ഗോ ടു പീസസ് ഇൻ ഓൾ കൈൻഡ്സ് ഓഫ് ടെറിബിൾ വേസ് ഫോർ ലാക്ക് ഓഫ് എ ലാർജർ സോഷ്യൽ ഓർഗാനിസം to restrain them to do so evidently without Shakespeare being aware of it. അപ്പോൾ ഇങ്ങനെയുള്ള ഫാൾസ്റ്റാഫിനൊക്കെ പോലുള്ള വളരെ മൈന്യൂട്ട് ക്യാരക്ടേഴ്സ് എന്തെങ്കിലും ഒരു സോഷ്യൽ മോറൽ ഇല്ലസ്ട്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ചെറിയ കുഞ്ഞു റിനൈസൻസ് പ്രിൻസിപ്പിൾസ് ഒക്കെ ആയിരുന്നു. അതായത് അന്ന് അത് ഭയങ്കര കാര്യമാണ്. കാരണം ഒരു മാൻ വേറൊരു ഡിഫറെൻറ്റ് രീതിയിൽ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനെ അവർ ഡീൽ ചെയ്യുന്ന രീതിയിലുള്ള ഡിഫറൻസ്, ഇതൊക്കെ കൊണ്ട് അങ്ങനെയുള്ള ക്യാരക്ടേഴ്സിന് എന്തൊക്കെയോ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് നമുക്ക് തോന്നും. അപ്പോൾ അത് പക്ഷേ ഒരു ലാർജർ സോഷ്യൽ ഓർഗാനിസത്തിൻ്റെ ഒരു പിന്തുണ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ പ്രിൻസിപ്പിൾസ് ഒന്നും വലിയ പ്ലെയിനിൽ നിൽക്കാൻ ഈ കഥാപാത്രങ്ങൾക്കൊന്നും കഴിഞ്ഞിട്ടില്ല. അത് ഭയങ്കരമായിട്ട് ഹീറോസിനെ പറ്റിയുള്ള ഇൻ്റർപ്രിട്ടേഷൻസ് ഒന്നും പോലെയുള്ള ഇൻ്റർപ്രിട്ടേഷൻസ് സംടൈംസ് ദാറ്റ് മൈറ്റ് നോട്ട് ഹാവ് ബീൻ ദർ ഇൻ ദിസ് ഓൺ ദീസ് ക്യാരക്ടേഴ്സ്. അവരുടെ സ്റ്റഡീസൊന്നും അധികം പിന്നീട് വന്നിട്ടുണ്ട്. പക്ഷെ അന്ന് ഏറ്റവും ഈ ഡ്രാമ സ്റ്റേജിങ് പീക്കിൽ നിൽക്കുന്ന സമയത്ത് ഒബ്വിയസ്ലി ഇഫ് ഇറ്റ് ഇസ് ദ ടൈറ്റിൽ ഈസ് ഹെൻറി IV or ഹെൻറി V, then all the attraction goes to the major characters and the royal. If it is a royal portrayal of the royal family or royal court, the center of importance is none other than the king and queen. അപ്പോൾ അങ്ങനെയാണ് പറയുന്നത്. ഇഫ് ദീസ് വർക്ക്സ് മേ ബി സ്പോക്കൺ ആസ് വെപ്പൺ അറ്റ് ഓൾ. ഇനി ഈ വർക്ക്സിലുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ റവല്യൂഷണറി തീംസോ കാര്യങ്ങളോ കാണുക, അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ തന്നെ ആ വെപ്പണായിട്ട് പറയുന്ന ഏത് കോണ്ടെക്സ്റ്റിലാണ് പറയാൻ പറ്റുക? ദേ ആർ വെപ്പൺ ഇൻ ദ മോർ ജനറൽ സ്ട്രഗിൾ ഓഫ് മോഡേൺ യൂറോപ്യൻ മാൻ എമേർജിങ് ഫ്രം ദ മിഡിൽ ഏജസ് ആൻഡ് സ്ട്രൈവിങ് ടു അണ്ടർസ്റ്റാൻഡ് ഹിസ് വേൾഡ് ആൻഡ് ഹിംസെൽഫ്. അതാണ് ഏറ്റവും ബ്രോഡർ സെൻസിൽ പറയാം. അതായത് എല്ലാവരും ചിന്തിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുന്ന ക്യാരക്ടർ, മറ്റുള്ളവർ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നവർ. അപ്പോൾ അതാണ് ക്ലാസ് സ്ട്രഗിൾ എന്ന് പറയുന്നത്, അതാണ്. പക്ഷേ ഈ ക്യാരക്ടേഴ്സിലൊന്നും അങ്ങനെയുള്ള ഇവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള ക്ലാസ് സ്ട്രഗിളോ അതിൻ്റെ കോൺസെപ്റ്റോ ഒന്നുമല്ല.
അതായത് മോഡേൺ മാൻ റിനൈസൻസ് പ്രിൻസിപ്പിൾസിനോട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, അവർ സ്വയം മനസ്സിലാക്കാനും ചുറ്റുമുള്ള വേൾഡിനെ മനസ്സിലാക്കാനും, അല്ലെ അങ്ങനെ ഓൾറെഡി മനസ്സിലാക്കിയതിൽ നിന്ന് വരുന്ന ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള അവരുടെ വ്യൂ പോയിൻറ്റ്സും ഡിഫറൻസസും ഇതൊക്കെയാണ് ഇവരിൽ കാണാൻ പറ്റുക. എ ഫങ്ഷൻ മോർ ഫോർ വിച്ച് ദ വേർഡ് വെപ്പൺ ഈസ് ഹാർഡ്ലി ദ റൈറ്റ് വേർഡ്. അതാണ് അങ്ങനെ ഒരു ഫങ്ഷൻ, അതിനൊരു വെപ്പൺ എന്നുള്ള വേർഡ് പോലും അവിടെ എന്താണ് സ്യൂട്ടബിൾ ഒന്നുമല്ല. അപ്പം ഇത്രയും സ്ട്രഗിൾസ് എന്നൊക്കെ പറയുമ്പോൾ ഇവർ വെപ്പൺ എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ പോലും വരാത്ത രീതിയിൽ ഒരുപാട് റവല്യൂഷണറി ക്യാരക്ടേഴ്സ് ഈവൻ ഡ്യൂറിങ് ഷേക്സ്പിയേഴ്സ് ടൈം. നൗ വി ആർ ടോക്കിംഗ് അബൌട്ട് സം 17th ആഫ്റ്റർ സെഞ്ച്വറി മാത്രമാണ് ശരിക്കും ഇതൊക്കെ. പക്ഷെ അതിന് മുന്നേ തന്നെ റവല്യൂഷണറി ക്യാരക്ടേഴ്സ് ഉണ്ട് എന്ന് വെച്ചാൽ അതൊക്കെയും ഒരു ചെറിയ പ്ലെയിനിൽ അല്ലെ ഒരു തിയറിയുടെ മാത്രം ആ തിയറി മാത്രം ഡിസ്കസ് ചെയ്യുന്ന ബുക്കായിട്ട് ഒതുങ്ങുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതും പറ്റാത്തതുമാണ്. അതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2 തരത്തിൽ ലിറ്ററേച്ചറിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് എഡ്മണ്ട് വിൽസൺ. അതിലൊന്ന് ഷോർട്ട് റേഞ്ച് ലിറ്ററേച്ചറും ലോങ് റേഞ്ച് ലിറ്ററേച്ചറുമാണ്. ലോങ് റേഞ്ച് ലിറ്ററേച്ചർ attempts to sum up wide areas and long periods of human experience or to extract from the general laws. ഇപ്പം എന്താണ് ലോങ് റേഞ്ച് ലിറ്ററേച്ചർ എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ വൈഡ് ഏരിയാസും ലോങ് പീരിയഡ്സ് ഓഫ് ഹ്യൂമൻ എക്സ്പീരിയൻസും ഒക്കെ എക്സ്ട്രാക്ട് ചെയ്യുന്നു. അതായത് എക്സ്ട്രാക്ട് ഫ്രം ദ ജനറൽ ലോസ്. അതാണ് എക്സ്പീരിയൻസ് ഓർ ടു എക്സ്ട്രാക്ട് ഫ്രം ദ ജനറൽ ലോസ്. അപ്പം അങ്ങനെ ഒന്നുകിൽ ഈ പറയുന്ന രീതിയിൽ ഈ എക്സ്പീരിയൻസ് നേരിട്ട് കണ്ടു മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പിന്നെ ജനറൽ ലോസ്, അല്ലെങ്കിൽ അത് അങ്ങനെ അതിൽ നിന്ന് അങ്ങനെ അത്രയും ബ്രോഡർ സെൻസിൽ എഴുതപ്പെടുന്ന അല്ലെങ്കിൽ വായിക്കപ്പെടുന്നതിനെയാണ് ലോങ് റേഞ്ച് ലിറ്ററേച്ചർ. ഷോർട്ട് റേഞ്ച് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ പ്രീച്ചസ് ആൻഡ് പാംഫ്ലെറ്റേഴ്സ് വിത്ത് ദ വ്യൂ ഓഫ് ഇമ്മീഡിയറ്റ് ഇഫക്റ്റ്. അതാണ് ഇപ്പോൾ ഈ പറയുന്ന ചില തിയറീസിന് വേണ്ടി എഴുതപ്പെടുന്ന ബുക്സ്. അതിൽ ഇപ്പോൾ ഈവൻ വി കനോട്ട് ഈവൻ അതാണ് അതിലിപ്പോൾ മാർക്സിസം എന്ന് പറയുമ്പോൾ ഒരു പൊളിറ്റിക്കൽ തിയറി പൊളിറ്റിക്കൽ പാർട്ടി ബേസ്ഡ് എന്നുള്ളതിനേക്കാളും അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് തിയറി എന്നുള്ള രീതിയിൽ എടുക്കണം. അപ്പോൾ അതിൻ്റെ ഇമ്മീഡിയറ്റ് ഇഫക്റ്റാണ് അവർക്ക് ദേ വാണ്ടഡ്. അതാണ് അവരെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. വി വാണ്ട് ക്ലാസ് സ്ട്രഗിൾ ഇറ്റ് സെൽഫ്. അതാണ് അത് മാക്സിമം ഓഫ് ആക്ഷനാണ്. ദേ വാണ്ടഡ് ആക്ഷൻ റാദർ ദാൻ തിയറി. ഇമ്മീഡിയറ്റ് ഇഫക്റ്റിന് വേണ്ടി ഒരു പ്രീച്ചിങ് മോഡലിലെ പാംഫ്ലെറ്റിയറിങ് അതൊക്കെ ഒരിക്കലും ഒരു ലിറ്റററി ക്വാളിറ്റി ഉള്ളതല്ല. പാംഫ്ലെറ്റ്സ് അപ്പോൾ അതിൻ്റെതായ ചെറിയ ഇഫക്റ്റിന് വേണ്ടി ഒരു പർട്ടിക്കുലർ ടൈമിൽ പർട്ടിക്കുലർ പർപ്പസിൽ എഴുതപ്പെടും. അപ്പോൾ ഗുഡ് ഡീൽ ഓഫ് ദ റീസെൻറ്റ് കൺഫ്യൂഷൻ ഓഫ് അവർ റൈറ്റേഴ്സ് ഇൻ ദ ലെഫ്റ്റിസ്റ്റ് ക്യാമ്പ്. ദേ ആർ not understanding or being unable to make up their minds whether they are aiming at long range or short range writing. ഇനി ആ കാലഘട്ടത്തിലുള്ള ലെഫ്റ്റിസ്റ്റ് ക്യാമ്പിലുള്ള റൈറ്റേഴ്സ് അത് വെദർ ദേ മീൻ ടു പ്രൊഡ്യൂസ് ലോങ് റേഞ്ച് ലിറ്ററേച്ചർ ഓർ ഷോർട്ട് റേഞ്ച് ലിറ്ററേച്ചർ അതുപോലും അവരുടെ ആറ്റിറ്റ്യൂഡിൽ നിന്നും മൈൻഡ് സെറ്റിൽ നിന്നും മനസ്സിലാക്കിയെടുക്കാൻ പറ്റാത്തത്രയും കൺഫ്യൂസിങ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു രീതി ലൈക്ക് അവരുടെ ഒരു ഇങ്ങനെയുള്ള കുറേ ഐഡിയൽസ് അവരിങ്ങനെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ട്. സോ വി ആർ കമ്മിറ്റഡ് ടു മേക്ക് ഇറ്റ് ഇൻ ദ ദിസ് പാർട്ടി ഓർ പൊളിറ്റിക്സ് അവർ തിയറി വോൺസ്. സോ വി ആർ ലയബിൾ ടു റൈറ്റ്, വി ആർ ലയബിൾ ടു മേക്ക് അവർ ക്രിയേറ്റിവിറ്റി അറ്റ് സ്റ്റേക്ക്. അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് പലപ്പോഴും ഈ തരത്തിലുള്ള തീംസും ഇത്തരത്തിലുള്ള റൈറ്റിംഗ് സ്റ്റൈൽസും ഒക്കെ അഡോപ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും അവർക്ക്. അപ്പോൾ അതുകൊണ്ടാണ് അവരുടെ ഒരു സ്റ്റാൻഡ് പോലും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞത്. സോ ദാറ്റ്സ് ഓൾ വിത്ത് paragraph 9 ഓഫ് മാർക്സിസം ആൻഡ് ലിറ്ററേച്ചർ. നെക്സ്റ്റ് വിൽ മൂവ് ടു paragraph 10.